തോന്നികൾ അവളുമാര് ഇവിടെ സഹനയം കൊണ്ടിട്ടുള്ള രീതിയിലുള്ള നാടകങ്ങളൊക്കെ ആത്മാരാധന നടത്തുന്ന വേണ്ടി ഇതെല്ലാം നമ്മളെ ഇതുപോലെ ഡോട്ടിംഗ് തീർപ്പിക്കുക, നമ്മുടെ സർവ്വസമയവും ലേഖനടിക്കുക, നമ്മുടെ വോയിസ് ഔട്ട് കുറയ്ക്കണം, അങ്ങനെ പല പല വേദനകളുമായിട്ട് നടക്കുക. ഇങ്ങനെ ദേഹമാസകളുടെ ലേഖനടി അങ്ങനെ കൊഴുപ്പ് കുറയ്ക്കുക, അങ്ങനെ പല പല ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് നടക്കുക ഇവന്മാരും. എന്താ ഞാൻ എന്റെ അമ്മയോടുള്ളത് പലപ്പോഴും ഞങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എന്റെ അമ്മയോടുള്ളത് എന്നുള്ളത്. എന്ത് തോന്നിയാൽ എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങളിവിടെ കണ്ട ആരെയൊന്നും ഇവിടെ കയറുന്നില്ല, ഇവിടെ ഒന്നും കയറുന്നില്ല ഒരാളിനും. എനിക്ക് 146 സെന്റ് സ്ഥലവും ഈ വീടുമുണ്ട്, ഒന്നും ആർക്കും കൊടുക്കാനുമല്ല. ഇവിടുത്തെ സർവേ നമ്പർ 7/28/32/33 ഇവൻ പ്രധാനമന്ത്രി സോമരാജനും ഈ വൃന്ദ എന്ന് പറയുന്നവർക്ക് നല്ല കർണവായിട്ട് പഠിച്ചിട്ട് നല്ല പരിചയമായിട്ട് ഒന്നും കൊലവിളിച്ച് നല്ല പരിചയമായിട്ട് നടക്കുക ഇവന്മാര്. ഇങ്ങനെ നടക്കുക പല രീതിയിലുള്ള കള്ളത്തരങ്ങളുമായിട്ട്. ഇവരിങ്ങനെ പല രീതിയിലും കയറിയ സോമരാജൻ ഒരു റോഡിലുള്ള LG നിവാസി കേരളമായിരുന്നു ജോലി. മരുമോളെ അമ്മായിയമ്മയും മരുമോളയും കൂടെ ഒന്നിച്ചായിരുന്നു ഇതാക്കുന്നത്. അവസാനം മരുമോൾ ഇപ്പം ഡിവോഴ്സ് കഴിഞ്ഞ് പോയെന്നാ പറയുന്നത്. ഇങ്ങനെ നടക്കരുത്. ഇവരിങ്ങനെ കണ്ട പെണ്ണുങ്ങളെ കുറിച്ച് ഇതുപോലത്തെ കഥ. പിന്നെ ഒരു കൈതോളം എന്ന് പറയുന്ന വീട്ടിൽ കേരളമായിരുന്നു ജോലി. അവിടെ ഇതുപോലെ മൂത്ത പെണ്ണിനെ കൊണ്ട് നടത്തായിരുന്നു ജോലി. ഡിവോഴ്സും ഒക്കെ അസിപ്പന്തുവെന്നും അറിയത്തില്ല. ഇങ്ങനെ പലർക്കും ഇങ്ങനെ കയറി നടക്കുക. ഇപ്പൊ LG നിവാസിലെ അവിടെ പോയി ഇങ്ങനെ നടക്കുക. ഇങ്ങനെ കുറെ ഇതുമായിട്ട് ഇങ്ങനെ പല രീതിയിൽ പലരെ ഇങ്ങനെ ഉപദ്രവിച്ച് നടക്കുക. പ്രധാനമന്ത്രി സോമരാജൻ ഇവൻ ചീത്ത വിളിക്കുന്നത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ക്യാമറ എല്ലാം എഡിറ്റ് ചെയ്ത് വെക്കാൻ നമ്മൾ ക്യാമറ എല്ലാം ത്രൂ ഔട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. ക്യാമറ ത്രൂ ഔട്ട് റെക്കോർഡിംഗ് ആണ്. ഇത് ഇങ്ങനെ ഇവന്മാർക്ക് എഡിറ്റ് ചെയ്യേണ്ട സമയം വരുമ്പോൾ ഇവന്മാര് 5-5 മിനിറ്റുള്ള ഇന്റർവെൽ അങ്ങനെയുള്ള ഇന്റർവെല്ലിൽ ഇത് കട്ട് ചെയ്ത് വെച്ചാൽ എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് സേവ് ചെയ്ത്. ഇത് കൊടുക്കുമ്പോൾ അവർ കോടതിയിലൂടെ കൊടുക്കും. ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുക. ഇതാണ് നമ്മുടെ ക്യാമറ ഇതാക്കാന്. നമ്മുടെ ക്യാമറ കറണ്ട് കളയുക, നിരന്തരം കറണ്ട് കളയും. ഇന്നലെ ബജറ്റിനകത്ത് പറയുന്നുണ്ട് ലോഡ് ഷെഡിങ് ഇല്ല, പവർ കട്ടില്ല, ഒന്നും ഇല്ലെന്ന്. പക്ഷെ ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിഞ്ഞില്ല മിക്ക ദിവസവും. എന്ന് ചോദിച്ചാൽ ടച്ചിങ് വെട്ട് മാസത്തിൽ 3-4-5 പ്രാവശ്യം ടച്ചിങ് വെട്ടാണ് പറയുന്നത്. ദിവസവും അങ്ങ് കറണ്ട് പോക്കാ. കുറെ പൈക്കാരുടെ അവിടോട്ട് വരും, അന്നേരത്തേക്ക് നമ്മൾ കറണ്ട് പോകും. മണിക്കൂറാണ് പിന്നെ കറണ്ട് ഇല്ലാത്തത്. എന്തോ അറിയത്തില്ല രോഗം. പിന്നെ കുറെ അമ്മ ഇവിടോട്ട് വരിക, കൈയാട്ടി വിളിക്കുക. ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് നല്ല ശരിക്കവനെ, അവനോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കൈയാട്ടി വിളിക്കുക. നമ്മളെ എവിടെയാണെന്നും അറിയത്തില്ല. കുറെ അമ്മായി വരിക, ഇവിടോട്ടൊന്നും വരിക. യൂട്ടേൺ എടുത്ത് എന്താ എടുത്തതാണ് യൂട്ടേൺ. നിനക്കാരോ യൂട്ടേൺ എടുത്താൽ നമുക്കറിയത്തില്ല. നമ്മുടെ വീട്ടിലെ മുന്നിലോട്ട് വരുന്ന യൂട്ടേൺ എടുത്താൽ പിന്നെ ഓരോ അമ്മമാർ വന്ന് ഫോണുമായിട്ട് അങ്ങ് നിൽക്കുക. എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. എന്താ ഇവിടെയാണോ ഇത്? നിങ്ങൾക്ക് ആൾക്കാർക്ക് നിങ്ങളുടെ വീടിന്റെ മുന്നിലാണോ ഇങ്ങനെ ആൾക്കാരെ എല്ലാം വീടിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണോ? ഫോൺ ഓണാക്കി ഇങ്ങനെ പാട്ട് ഹെൽമെറ്റിനകത്തോട്ട് വെക്കണം നിൽക്കുക കുറെ അമ്മമാര്. ഫോൺ ഓണാ കുറെ അമ്മമാരെ ഇങ്ങനെ നടക്കുക. കുറെ അമ്മമാരോടുമാരും ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. കുറെ അമ്മമാരോടുമാരെ കാരണം വലിയ ശല്യമാണ്. ഭയങ്കര ക്രിമിനൽ ആക്ടിവിറ്റീസ് സൈബർ ക്രൈമായിട്ട് നടക്കുക. 2GB ആണ് നമ്മുടെ 2GB പെർഡേയാണ് നമ്മുടെ ഡാറ്റ. പ്ലസ് വൈഫൈ വൈഫൈ ഇരിക്കുന്നത് പ്ലസ് ഈ വൈഫൈ. എന്നാലും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്ലോഡ് ചെയ്യിപ്പിക്കാതിരിക്കുക. നമുക്ക് കഥകളുണ്ടാക്കാൻ വേണ്ടി അപ്ലോഡ് ചെയ്യിപ്പിക്കാതിരിക്കുക. അങ്ങനെ പല പല വേദനകളുമായിട്ട് നടക്കുക. പല പല കടത്തരങ്ങളുമായിട്ട് നമ്മുടെ ഫോൺ വാട്സപ്പ് കോപ്പി ചെയ്ത് ഫോൺ ചെയ്ത് വെച്ചുകൊണ്ട് പല പല പരിപാടി ഞാനാണ് മെസ്സേജ് അയക്കുന്ന പോലെ പല രീതിയിലാണ് ക്രിമിനൽ ആക്ടിവിറ്റിയായിട്ട് നടക്കുന്നത്. ക്രിമിനൽ ആക്ടിവിറ്റിയായിട്ട് നടക്കുക. കുറെ അവന്മാരോടുമാരും കുറെ അവന്മാരോടുമാരും നടക്കുക. അതിന്റെ ആളുകൾ ഇങ്ങോട്ട് വരുന്നു പോലും. ഏതാളുകളാണ് കുറെ ആണുങ്ങൾ ഇങ്ങോട്ട് വരുന്നത് പറഞ്ഞ് കടയുണ്ടാക്കുന്നു. കുറെ ആണുങ്ങൾ പനിയൊന്ന് കൂടിയിരുന്നു. പനി ഏതാണ്ടല്ല കേട്ടാതിരിക്കാനും പനിയൊന്ന് കൂടുക. പമ്മി ഇരിക്കായിരുന്നു മുമ്പേ. പമ്മിക്കറി ഇരിപ്പായിരുന്നു. പമ്മിക്കറി ഇരിക്കായിരുന്നു ഇതുവരെ. ഞാനെന്റെ അമ്മയോടാണ് നിൽക്കുന്നത്. തോന്നിയാസങ്ങൾ നടക്കുന്ന എന്നുവെന്നും പറയാൻ ഇരുന്നിട്ട് പോലും ടച്ചിങ്ങായിട്ട് പോലും എന്നൊന്നും ടച്ചിങ് വെട്ട് പോലും എന്നൊന്നും എന്താ ടച്ചിങ് വെട്ടാണോ? ടച്ചിങ് വെട്ടുമായിട്ട് നടക്കുമോ? എന്നൊന്നും ടച്ചിങ് വെട്ട് പോലും ടച്ചിങ് വെട്ട് എന്നൊന്നും എന്താ ടച്ചിങ് വെട്ടാന്ന് അറിയത്തില്ല. ടച്ചിങ് വെട്ട് എന്നൊന്നും ഒരു ടച്ചിങ് വെട്ട് പോലും ടച്ചിങ് വെട്ട് എന്ന് നടക്കുക. ടച്ചിങ് വെട്ട് ടച്ചിങ്ങായിട്ട് പോലും എന്നൊന്നും ടച്ചിങ്ങായിട്ട് കരണ്ട് കളഞ്ഞ
കഥ. അത് മാസത്തിലൊരിക്കൽ അല്ലെ പണ്ടൊക്കെ 4-5 മാസം കൂടുമ്പോഴായിരുന്നു വരുന്നത്. എന്ത് അതുപോലെ കിടക്കുവാണോ കട്ടിങ് വെക്കാനും ഒരു മാസത്തിനുള്ളിൽ അത് തിരിച്ച കല്ലുകൾ കിടക്കുവാണോ? അതുപോലെ വെട്ടിക്കൊണ്ടോട്ട് പോകുന്നവന്മാര് അതുപോലെ എല്ലാവരും കട്ടിങ് വെട്ടുന്ന ദിവസമേ മണ്ടേന്ന് വെട്ടിക്കൊണ്ടവന്മാര് പോകുന്നത്. അതുപോലെ കട്ടിങ് വെട്ടുന്നത്. പിന്നെ അടുത്ത മാസം ഒക്കെ കട്ടിങ് വരുമോ? ഇപ്പൊ മാസത്തിന് 4-5 കട്ടിങ് ആണെന്ന് പറഞ്ഞ് കരണ്ട് പറയുന്നത്. കരണ്ട് പറഞ്ഞുകൊണ്ട് ഡ്രാമ എടുക്കുന്നവന്മാര് എന്തൊക്കെ എടുക്കുക ദിവസം കട്ടിങ് പോലും. അങ്ങനെ തന്നെ കഴിഞ്ഞ ആഴ്ച കട്ടിങ് അതുപോലെ മതിലി ചാടി ഇറങ്ങി പോകുന്നവരവൻ. ഓരോ മതിലി ചാടി ഇറങ്ങി പോകാനാണ് പ്രോട്ടീൻ കൊണ്ട് മതിലി ചാടിയാണ് പോകുന്നത്. എന്നും കലവണെങ്കിൽ മതിലി ചാടിയാനായിട്ട് വരുന്നതായിരിക്കും ഇങ്ങോട്ട്. കലകൾ വളരെ കലകളൊക്കെ നടക്കുകയുമാര് പല പല രീതിയിലുള്ള കള്ള കലകളയുമാണ് ഉണ്ടാക്കുന്നത്. കള്ളക്കഥകൾ ഇങ്ങനത്തെ കള്ളക്കഥകൾ നടത്തുക. ഞാനിത് പറയുന്നത് കേൾക്കാതിരിക്കണം. അതിനാ തിളപ്പിക്കുന്നത്. തിളപ്പിക്കുക കഥകൾ ഉണ്ടാക്കുന്ന ആരെങ്കിലും കേറുന്നത്. സോമരാജൻ പറയുന്നത് കഴിഞ്ഞ ദിവസം സവാരിന് വന്നിട്ട് സോമരാജന് സ്ഥലമില്ലാത്ത പോലെ നമ്മുടെ വീടിന്റെ മുന്നോട്ട് കൊണ്ടുവന്ന് വെച്ചേക്ക് കഥ ഉണ്ടാക്കാനാണ്. അത് പ്രധാനമന്ത്രി സോമരാജന്റെ അപ്പോൾ എപ്പോഴും നടക്കുന്നേ അത് സ്ഥലമില്ല അവന്റെ വീട്ടിലുണ്ടാ